എല്ലാവർക്കും നമസ്കാരം. ജനുവരി 14-ാം തീയതി തുടങ്ങാൻ പോകുന്ന സ്കൂൾ മഹോത്സവത്തിൻ്റെ പന്തൽ തട്ടുന്ന ഈ ഒരു യോഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു ദിവസം തൊട്ട് നമുക്ക് സ്കൂൾ മഹോത്സവത്തിൻ്റെ കൗണ്ട് ഡൗൺ തുടങ്ങുകയാണ്. തൃശ്ശൂരിൽ വച്ച് നടക്കാൻ പോകുന്ന ഈ ഒരു സ്കൂൾ മഹോത്സവം നിങ്ങൾ എല്ലാവരുടെ സഹായത്തോടു കൂടി വൻ വിജയമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുവാണ്. ആദ്യമായിട്ട് ഈ യോഗത്തിലെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ രാജൻ സർ അവരെ ഞാൻ സ്വാഗതം ചെയ്യുവാണ്. പൊതുവെ ഈ യോഗത്തിൽ നമുക്ക് പല കാര്യങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ மற்றும் തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി സർ അവരെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ബിന്ദുബേനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട എം എൽ എ ബാലചന്ദ്രൻ അവർ അദ്ദേഹത്തിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. MLA ശ്രീ കെ രാജേന്ദ്രൻ അദ്ദേഹത്തിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. MLA കെ രാമേന്ദ്രൻ അദ്ദേഹത്തിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ക്ഷമിക്കണം. MLA ശ്രീ സേവിയർ ചിറ്റിലപ്പള്ളി അദ്ദേഹത്തിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. MLA MK അക്ബർ അദ്ദേഹത്തിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ശ്രീ കെ രവീന്ദ്രൻ കൊച്ചി ദേവസ്വം ബോർഡ് ചെയർമാൻ അദ്ദേഹത്തിനും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ, മീഡിയ സുഹൃത്തുക്കൾ, നമ്മുടെ DG ശ്രീ NMSK ഉമേഷ് അവരെ സ്വാഗതം ചെയ്യുന്നു. മറ്റുമുള്ള ഉദ്യോഗസ്ഥന്മാർ, മീഡിയ സുഹൃത്തുക്കൾ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഇന്നത്തെ ഔദ്യോഗിക ചടങ്ങുകൾ ആരംഭിക്കുന്നതിന് മുമ്പ് നമുക്കൊരു പ്രയാസകരമായിട്ടുള്ള ദുഃഖകരമായിട്ടുള്ള വാർത്തയുണ്ട്. മലയാളിയുടെ പ്രിയപ്പെട്ട നടനും തിരക്കഥാകൃത്തും സംവിധായകനുമൊക്കെ ആയിട്ടുള്ള പ്രിയപ്പെട്ട ശ്രീനിവാസൻ നമ്മൾ വിട്ടുപിരിഞ്ഞു. ഒരു മിനിറ്റ് ഒരു മൗനം ആദരിച്ചിട്ട് നമുക്ക് നടപടിക്കണം. ലോകത്തിലെ ഉദ്ഘാടകനായിട്ടുള്ള ഏറ്റവും ആദരണീയനായ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി പ്രിയപ്പെട്ട വി ശിവൻകുട്ടി, നമ്മുടെ ജില്ലയുടെ അഭിമാനമായിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ ഡോക്ടർ ആർ ബിന്ദു, വേദിയിലുള്ള MLA മാരായിട്ടുള്ള പി ബാലചന്ദ്രൻ, കെ രാമേന്ദ്രൻ, സേവ്യർ ചിറ്റിലപ്പള്ളി, ടൈസൺ മാസ്റ്റർ, MK അക്ബർ, ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട കെ രവീന്ദ്രൻ, ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി വാസുകി, DG ശ്രീ NSK ഉമേഷ്, മറ്റ് സദസ്സിലും വേദിയിലുമുള്ള വിവിധ അധ്യാപക സുഹൃത്തുക്കൾ, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ, സാമൂഹിക പ്രവർത്തകർ, പ്രിയപ്പെട്ടവർ, ഒരു ചെറിയ ചടങ്ങാണിന്നെങ്കിലും 64ാമത് സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിന് ഔപചാരികമായിട്ടുള്ള വിളംബരം ഇന്ന് തൃശ്ശൂർ ആരംഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തൃശ്ശൂരിൻ്റെ സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് ചൂടേറിയിട്ടുള്ള ചർച്ചകളും മത്സരങ്ങളും ഒക്കെ നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കൊഴുപ്പിലായിരുന്നു നമ്മളെല്ലാവരും. ഇപ്പോൾ നാളെ ഔപചാരികമായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതോടെ കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഔപചാരികമായിട്ടുള്ള ഭരണസമിതികൾ കൂടി നിലവിൽ വരികയാണ്. ജനുവരി 14 മുതൽ 18 വരെയാണ് ഇത്തവണ 64ാമത് സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൻ്റെ വേദിയായി സാംസ്കാരിക തലസ്ഥാനം ഒരുങ്ങാൻ വേണ്ടി പോകുന്നത്. ആ സ്കൂൾ യുവജനോത്സവത്തിലെ ലക്ഷക്കണക്കായ കുട്ടികളും രക്ഷകർത്താക്കളും കലാസ്നേഹികളും ഒക്കെ പങ്കെടുക്കുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്കൂൾ മാമാങ്കത്തിന് വേദിയാകേണ്ട മുഖ്യപന്തലിൻ്റെ കാൽനാട്ടാണിപ്പോൾ നിർവഹിച്ചിട്ടുള്ളത്. നമ്മുടെ നഗരത്തിൻ്റെ വിവിധ മേഖലകളിലായി 19-ലേറെ വേദികൾ ഇനിയുള്ള ദിവസങ്ങളിൽ രൂപപ്പെടും. മുഖ്യവേദി ഇവിടെയാണെങ്കിൽ
ചരിത്രമുറങ്ങുന്ന സ്വരാജ് റൗണ്ടിനോട് ചേർന്നിട്ടുള്ള തേക്കിങ്കാട് മൈതാനിയുടെ ബാനർജി ക്ലബിന് മുൻവശവും CMS സ്കൂളിന് മുൻവശവുമായി 2 വേദികൾ കൂടി തൃശ്ശൂർ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് നമുക്ക് രൂപപ്പെടും. ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത് ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ മുമ്പിൽ പ്രത്യേകം തയ്യാറാക്കുന്ന മൈതാനത്താണ്. ഇവിടെ എത്തിച്ചേരുന്ന മുഴുവൻ കുട്ടികളെയും ഏറ്റവും ഉജ്ജ്വലമായി സാംസ്കാരിക തലസ്ഥാനം വൈവിധ്യങ്ങളോടെ എങ്ങനെ സ്വാഗതം ചെയ്യും എന്നുള്ളതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് ചേരുന്ന സംഘാടക സമിതി അവസാനമായ രൂപരേഖ നൽകും. ഇന്നാരംഭിച്ചാൽ ഡിസംബർ 10-ാം തീയതിക്കകം നഗരത്തിലെ എല്ലാ വേദികളും തയ്യാറാകണം എന്നുള്ളതാണ് ഞങ്ങൾ കാണുന്ന. ജനുവരി 10-നകം എല്ലാ വേദികളും തയ്യാറാകണം എന്നാണ് ഞങ്ങൾ കാണുന്ന ഒരു ടൈം ടേബിൾ. തൃശ്ശൂർ ലോകത്തിൻ്റെ മുമ്പിൽ ഒരുപാട് കാര്യങ്ങളിൽ ശ്രദ്ധേയമാണ്. സംസ്ഥാന സ്കൂൾ യുവജനോത്സവം, 64ാമത് സംസ്ഥാന സ്കൂൾ യുവജനോത്സവം ആളുകളുടെ പങ്കാളിത്തം കൊണ്ടും സുതാര്യത കൊണ്ടും ഭക്ഷണ വിതരണം കൊണ്ടും ഒക്കെ ഏറ്റവും ശ്രദ്ധേയമാകുമെങ്കിലും തൃശ്ശൂർ അതിൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന അമൂല്യമായ ചില അനുഭവങ്ങൾ കൂടി നമുക്ക് വന്നെത്തിച്ചേരുന്ന കുഞ്ഞുങ്ങളോടും അതുവഴി കേരളത്തിനോട് മാത്രമല്ല ലോകത്തിൻ്റെ എല്ലാ മേഖലകളിലുമുള്ള മലയാളികളോടും സംവദിക്കാനുണ്ട്. സാധാരണ സ്കൂൾ യുവജനോത്സവങ്ങൾക്ക് ഓരോ തവണയും വർദ്ധിത വീര്യത്തോടെ ഏറ്റവും കരുത്തോടെ നാം നേതൃത്വം നൽകാറുണ്ട്. 63ാമത് സ്കൂൾ യുവജനോത്സവം നേരിട്ട് അനുഭവിക്കാൻ കഴിഞ്ഞ ഒരാളെന്ന നിലയിൽ എനിക്ക് ഉറപ്പായിട്ടും പറയാൻ കഴിയും, പഴുതടച്ച പ്രവർത്തനങ്ങളോടെ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ നേതൃത്വം നൽകിയ സംഘാടനത്തിൻ്റെ ചാരുതയോടെ ഏറ്റവും ഗംഭീരമായി സംഘടിപ്പിക്കപ്പെട്ട ഒരു കലോത്സവമാണ്. സ്വാഭാവികമായും തൃശ്ശൂർക്കാർ അതിനേക്കാൾ നന്നായി 64ാമത് സ്കൂൾ യുവജനോത്സവത്തിൽ ഇന്നേ വരെ നടന്നിട്ടുള്ള കലോത്സവങ്ങളിൽ ഏറ്റവും നല്ലത് എന്ന് മാത്രമല്ല, ഇനി വരാനിരിക്കുന്ന കലോത്സവങ്ങളെ കൂടി വഴികാട്ടിയാകാവുന്ന വിധത്തിൽ ഒരു ചൂണ്ടുപലകയായി എല്ലാം കൊണ്ടും തൃശ്ശൂർ എന്ന മഹനീയമായിട്ടുള്ള ഈ സാംസ്കാരിക തലസ്ഥാനം അതിൻ്റെ വേദി ഒരുക്കണം എന്ന് ഉറപ്പിച്ചും ആഗ്രഹിക്കുന്നു. തൃശ്ശൂരിലെ ജനാവലിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ബിന്ദു ടീച്ചറും MLA-മാരുടെയും എല്ലാം സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് ഞങ്ങൾ ഈ തൃശ്ശൂരിലെ ജനാവലി, അധ്യാപക അനധ്യാപക സുഹൃത്തുക്കൾ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും വേണ്ടി ഞാൻ ഉറപ്പ് കൊടുക്കുന്നു. ഇത് കേരളത്തിലെ നിലവിലുള്ളത് മാത്രമല്ല വരാനിരിക്കുന്നതുമായിട്ടുള്ള സ്കൂൾ യുവജനോത്സവങ്ങളുടെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം എഴുതി ചേർക്കാൻ കഴിയുന്ന വിധത്തിലുള്ള മാതൃകാപരമായിട്ടുള്ള ഒരു സ്കൂൾ യുവജനോത്സവമായി ഈ സ്കൂൾ യുവജനോത്സവം ഇവിടെ മാറുക തന്നെ ചെയ്യും. തൃശ്ശൂർ സാംസ്കാരിക തലസ്ഥാനമാണ് കേരളത്തിൻ്റേത്. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം അർഹമായിട്ടുള്ള ബഹുമതികളോടെ വരുന്ന കുട്ടികൾക്ക് ഒരു സാംസ്കാരിക സല്യൂട്ട് നൽകുന്ന ശ്രദ്ധേയമായ പരിപാടി ഉണ്ടാകും. ഈ നഗരം പൂരനഗരമാണ്. ലോകത്തിലെ കോടിക്കണക്കായ മനുഷ്യരെത്തിച്ചേരുന്ന വർഷങ്ങളുടെ അനുഭവമുള്ള പൂരത്തിൻ്റെ താളവും മേളവും അതിൻ്റെ വർണ്ണവും നിറവും ഒക്കെ ഈ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൻ്റെ പൊതുപരിപാടിയിൽ പ്രകടിപ്പിക്കാനും പ്രദർശിപ്പിക്കാനും കഴിയുന്ന വിധത്തിൽ ആ സ്കൂൾ യുവജനോത്സവത്തെ അതിഗംഭീരമാക്കും. അതിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള പന്തൽ കാൽനാട്ട് കർമ്മത്തിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞങ്ങൾക്കൊക്കെ നൽകുന്ന നിർദ്ദേശങ്ങൾ പോലെ ഇവിടെ കാൽനാട്ട് കർമ്മത്തിൽ എത്തിച്ചേരാനും തുടർന്ന് ചേരുന്ന യോഗത്തിന് നേതൃത്വം നൽകാനും എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രിയങ്കരനായിട്ടുള്ള പ്രിയപ്പെട്ട ശ്രീ വി ശിവൻകുട്ടിയോട് മന്ത്രിയോട് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.